പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മെയ് മാസം 24 ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് നല്ല കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം സ്തോത്രമപ്പ 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഓർത്ത് നോക്കി എത്ര അത്ഭുതകരമായിട്ട് കഴിഞ്ഞ പകൽക്കാലം നടത്തിയത്. കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിനോട് നന്ദി പറ. സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നെ കർത്താവിന് സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയതിന് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം ക്രിസ്തീശുവിൽ ജയത്തോടെ നടത്തുന്ന കർത്താവിന്, അത്ഭുതകരമായി നടത്തുന്ന കർത്താവിന്, ജയോത്സവമായി നടത്തുന്ന കർത്താവിന് കരമുയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞ് അപ്പോൾ നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. എൻ്റെ യേശു നല്ലവനാകുന്നു, അങ്ങയുടെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഓരോ നാളും ഞങ്ങളോട് കാണിക്കുന്നു അങ്ങയുടെ കരുണയെ ഓർക്കുമ്പോൾ സ്തോത്രം, ഞങ്ങളോട് കാണിക്കുന്ന അങ്ങയുടെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി പറയുന്നു. കർത്താവ് യോഗ്യതയില്ലാത്ത ഞങ്ങളോട് അങ്ങ് കാണിച്ച മഹാസ്നേഹത്തിനായിട്ട് സ്തോത്രം. പാപത്തിൻ്റെ ചേറ്റിൽ നിന്നും ഞങ്ങളെ കൈപിടിച്ച് കയറ്റിയതിന് സ്തോത്രം. ക്രിസ്തുവാകുന്ന പാറമേൽ ഞങ്ങളെ ഉറപ്പിച്ചതിന് സ്തോത്രം. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രൻ രാജ്യത്തിൽ ഞങ്ങളെ ആക്കി വെച്ചിരിക്കുന്നതിന് സ്തോത്രം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ക്രിസ്തുയേശുവിൽ ഞങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വല്ലഭനാകുന്നു, അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അപ്പോൾ ഈ പ്രഭാതത്തിൽ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഞായറാഴ്ച പ്രഭാതത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപയുണ്ടാകട്ടെ. രോഗികൾ ആയിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും അങ്ങ് നല്ല വൈദ്യനാകിയാൽ സ്തോത്രം. അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമൊന്നുമില്ലല്ലോ. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യങ്ങൾ വ്യാപരിക്കട്ടെ, ബലഹീനതകൾ മാറട്ടെ. ഹല്ലേലൂയ. ദൈവിക ആരോഗ്യം യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ, ജീവൻ വ്യാപരിക്കട്ടെ, ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. എല്ലാ വേദനകളും മാറിപ്പോട്ടെ. രോഗത്തിൻ്റെ ആത്മാവ് യേശുവിൻ്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. അതുപോലെ സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ദൈവിക സമൃദ്ധി യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ അത്ഭുത പ്രവൃത്തി നടക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവർക്ക് ആവശ്യമായ ജ്ഞാനവും ബുദ്ധിയും കൃപയും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതുപോലെ ഇന്ന് പ്രഭാതത്തിൽ മനസ്സിന് ഭയങ്കര പ്രയാസത്താൽ ഈ കാര്യം എങ്ങനെ കൈകാര്യം ചെയ്യും, ഈ വിഷയത്തെ ഞാൻ എങ്ങനെ നേരിടും എന്ന് ഭാരപ്പെട്ട് ഉണർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വിഷയത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. ആ വിഷയത്തിന്മേൽ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം നടക്കട്ടെ. കർത്താവിൻ്റെ മഹത്വം കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ലോകത്തെമ്പാടും ഇന്ന് സഭായോഗം നടക്കുമ്പോൾ ആ സഭായോഗം ഒരു ഉണർവ് യോഗമായി മാറട്ടെ. എല്ലായിടങ്ങളിലും അതൊരു ഉണർവ് യോഗമായി മാറട്ടെ. അനേകം രക്ഷിക്കപ്പെടുവാൻ അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയുവാൻ ഇടവരണമേ. കർത്താവെ, പിന്മാറ്റക്കാർ മുന്നേറ്റത്തിലേക്ക് വരണമേ. കർത്താവെ, പാപികൾ ഇന്ന് രക്ഷയിലേക്ക് വരണമേ. കർത്താവെ, അവൻ വിശ്വാസികളുടെ വീര്യം വർദ്ധിക്കട്ടെ. അവരുടെ ഉള്ളിൽ ആത്മാവിൻ്റെ വലിയ പകർച്ച കൊടുത്ത് അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ നാമം ഉയരട്ടെ. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ഒത്തിരി നന്ദി. ഇന്നലെ രാത്രിയിലത്തെ മ്യൂസിക്കൽ നൈറ്റ് വളരെ അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ കൃപയാൽ അത് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത പരിശുദ്ധാത്മാവിന് നമുക്ക് നന്ദി പറയാം. കർത്താവ് അതിനുവേണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ ഉപയോഗിച്ചല്ലോ, അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് പ്രഭാതത്തിൽ 2 തിമോത്തി ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് നമ്പർ 6. 2 തിമോത്തി ചാപ്റ്റർ നമ്പർ 1 വേഴ്സ് 6. അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. അവൻ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ പാസ്റ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എഫോസോസിലെ പാസ്റ്ററാണ്. വളരെ ചെറുപ്പത്തിൽ ആ ശുശ്രൂഷ ആരംഭിക്കും. അപ്പം ആ ചെറുപ്രായത്തിലുള്ള തൻ്റെ ആത്മീക പുത്രന് താൻ കൊടുക്കുന്ന ആ ഒരു നിർദ്ദേശമാണ്, എൻ്റെ കൈവെപ്പിനാൽ നിന്നിൽ
നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം. അപ്പോൾ കൃപാവരം, ദൈവത്തിൻ്റെ കൃപാവരം, ഓരോ ദൈവ പൈതലിൻ്റെ അകത്തും ദൈവം കൃപകളെ പകർന്നിട്ടുണ്ട്. ഈ കൃപാവരം എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് പ്രവചനവും രോഗശാന്തിനോ അതിനെ പറയുന്നത് ദൈവിക നിക്ഷേപങ്ങളുണ്ട്. ഓരോരുത്തർക്കും ദൈവം കർത്താവിൽ യേശു ക്രിസ്തുവിലൊരു ദൈവ പൈതലാകുമ്പോൾ പിതാവ് ഓരോ ദൈവമക്കളുടെ ഉള്ളിൽ അവൻ നിക്ഷേപങ്ങൾ ഇട്ടിട്ടുണ്ട്, കഴിവുകൾ ഇട്ടിട്ടുണ്ട്. ചിലർക്ക് പാടാനുള്ള കഴിവാകാം, ചിലർക്ക് പ്രസംഗിക്കാനുള്ള കഴിവാകാം, ചിലർക്ക് നേതൃപാഠവുമാകാം, ചിലർക്ക് എഴുതുവാനുള്ള പാഠവുമാകാം, ചിലർക്ക് പ്രത്യേക ക്രിയേറ്റിവിറ്റി ആകാം. ഇത് പ്രത്യേകമായ ഓരോ കൃപകൾ, ഇപ്പം ഗവേണിംഗ് ആയിരിക്കാം, പല രീതിയിൽ ഓരോരുത്തരുടെ ഉള്ളിലും കർത്താവ് നിക്ഷേപിച്ചിട്ടുണ്ട്. അവൻ ഗിഫ്റ്റ് ഇല്ലാത്തതല്ല അപ്പം പ്രശ്നം, പക്ഷേ അതെന്താണ്, അത് മറഞ്ഞിരിക്കുന്നതാണ് പ്രശ്നം. അപ്പോസ്തലൻ ഗിഫ്റ്റ് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനല്ല തീമോഥെയോസിനോട് പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ പകർന്നതിനെ ജ്വലിപ്പിക്കുക. പ്രേ ഫോർ എ ഗിഫ്റ്റ് എന്നല്ല പറഞ്ഞ്, സെർച്ച് ഫോർ എ ഗിഫ്റ്റ് എന്നല്ല പറഞ്ഞ്, പിന്നെ എന്നാ പറഞ്ഞ്, നിൻ്റെ അകത്ത് പകർന്നതിനെ നീ എന്ത് ജ്വലിപ്പിക്കണം. നമ്മുടെ ഓരോരുത്തരുടെയും അകത്ത്, ഇന്ന് നിങ്ങൾ യേശു ക്രിസ്തുവിലായ ദൈവവൈതലാണെങ്കിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും അകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് പകർന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ജ്വലിപ്പിക്കണം. ഇപ്പം തീ ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യണം, അത് ഊതി കത്തിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എന്ത് പറ്റും, അത് കെട്ടുപോകും. പക്ഷേ എന്നാൽ തീയെ ഇളക്കി ഒന്ന് ഊതുമ്പോഴോ അത് കൂടുതൽ ശക്തമാകുവാൻ ഇടവരും. ഈ അൺയൂസ്ഡ് ഗിഫ്റ്റ്, അതായത് ഉപയോഗിക്കാതെ നമ്മളിരിക്കുന്ന എല്ലാം എന്തായി മാറും, വീക്കായി പോറും. ഹിഡൻ ആയിട്ടിരിക്കുന്നതെല്ലാം എന്നാ പറ്റും, ഡോർമെൻ്റ് ആയി പോകും. പിന്നെ അതിനെ ഡോർമെൻ്റ് ആയി പോവുക. ഇഗ്നോറായിരിക്കുന്ന കൃപകളൊക്കെ എന്ത് പറ്റും, അത് സൈലൻ്റായി പോകും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് നിങ്ങൾ കൈവച്ചിട്ട് പറഞ്ഞു, കർത്താവേ, എന്നിൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം, എന്നിൽ പകർന്നിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം, എന്നിൽ പകർന്നിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ കൃപകളെ എന്ത് ചെയ്യണം, നമ്മൾ ശുദ്ധീകരിച്ച് മാറ്റുകൂട്ടിയെടുക്കണം. അതായത് ഇപ്പം നമ്മൾ ക്രൂഡ് ഓയിലൊക്കെ അതേപടി ഉപയോഗിക്കാൻ പറ്റത്തില്ല, അതിനെ റിഫൈൻ ചെയ്യും. റിഫൈനറിയിൽ വിട്ട് അതിനെ റിഫൈൻ ചെയ്ത് പെട്രോളും ഡീസലും ഏവിയേഷൻ ഫ്യൂവലും അങ്ങനെ പല രീതിയിലാക്കിയെടുക്കും. അതുപോലെ നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്നതിനെ നമ്മൾ എന്ത് ചെയ്യണം, റിഫൈൻ ചെയ്യണം. എങ്ങനെ റിഫൈൻ ചെയ്യും? അതിനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ, നമ്മൾ ജീവിതത്തിൽ ഡിസിപ്ലിനുകൾ വരുത്തുമ്പോൾ, നമ്മൾ നമുക്ക് ലഭിച്ച കൃപകളെ നമ്മൾ ട്രെയിനിങ്ങിലൂടെ നിരന്തരമായ ഉപയോഗത്തിലൂടെയും അതിന് ആവശ്യമായ ഡിസിപ്ലിൻ കൊടുക്കുന്നതിലൂടെ, കറക്ഷനിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്താ പറ്റും, ഈ കൃപകൾ എന്തിനാണ് ജ്വലിപ്പിക്കുന്നത്? ഇതിലൂടെ നമുക്ക് അസാധാരണക്കാരായി മാറാൻ പറ്റും. ഈ കൃപകൾ നമ്മുടെ മുമ്പിൽ വാതിലുകളെ തുറന്നു തരും. കൃപകൾ നമ്മളെ അസാധാരണക്കാരാക്കും. ദാവീദിൻ്റെ മേൽ പകർന്ന കൃപ. അപ്പം നമുക്കറിയാം, ദാവീദ് കിന്നരവായനയിൽ നിപുണനായിരുന്നു. ആ കൃപയല്ലേ ദാവീദിൻ്റെ കൊട്ടാരത്തിൻ്റെ വാതിൽ ആദ്യം തുറന്നു കിട്ടിയത്. ഹല്ലേലൂയ, സ്തോത്രം. ജോസഫിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ജോസഫിൻ്റെ മേൽ സ്വപ്നങ്ങളെ വ്യാഖ്യാനിക്കുന്ന കൃപ, അതല്ലേ ജോസഫിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ദാനിയേലിൻ്റെ മേലുണ്ടായിരുന്ന ആ വിസ്ഡം ആൻഡ് എക്സലൻസ് എന്ത് സംഭവിച്ചു, ദാവീദിനെ മറ്റുള്ളവരിൽ നിന്നും ദാനിയേലിനെ വ്യത്യസ്തരാക്കി മാറ്റി. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നതിനെ കുഴിച്ചിടുകയല്ല വേണ്ടത്, അതിനെ ജ്വലിപ്പിക്കുക, അതിനെ മറ്റുള്ളവർക്ക് പ്രയോജനമുള്ളതാക്കി തീർക്കുക. വേറെ ഒന്നിനും വേണ്ടിയല്ല. കർത്താവിൻ്റെ നാമം ഉയരണം. ഹല്ലേലൂയ, കർത്താവിൻ്റെ നാമം ഉയരണം. അതുകൊണ്ട് ഇന്ന് പ്രഭാതി പറഞ്ഞാണ്ട്, കർത്താവേ, എൻ്റെ ഉള്ളിൽ പകർന്ന് ആ കൃപയെ കണ്ടെത്തുവാൻ എന്നെ സഹായിക്കണം, അത് ഉപയോഗിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണം. ചിലരുടെ മേൽ കൃപ വരുമ്പോൾ അഹങ്കാരം വരാൻ സാധ്യതയുണ്ട്. അഹങ്കരിക്കരുത്. ഹമ്പിളായി ഇരുന്നു കൊണ്ട് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഇടവരട്ടെ. കർത്താവേ, ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ അങ്ങ് പകർന്നിരിക്കുന്ന എല്ലാ ഗിഫ്റ്റുകൾക്കായിട്ടും സ്തോത്രം. അത് ജ്വലിക്കട്ടെ, അത് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ രാജ്യത്തിനും തൻ്റെ മക്കളുടെ ഉന്നതിക്കും അഭിവൃദ്ധിക്കും അത് കാരണമായി തീരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങളെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ, കർത്താവിനോട് സ്തോത്രം പറഞ്ഞാട്ടെ. എന്നിട്ട് പറ, കർത്താവിൻ്റെ തലയെ എന്നെ കൊണ്ട് അഭിഷേകം ചെയ്യും, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും, നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. അപ്പം നിങ്ങളിൽ പകർന്നിരിക്കുന്ന കൃപകളെ എന്ത് ചെയ്യണം, ജ്വലിപ്പിക്കണം. ഗോഡ് ബ്ലസ് യു.